നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഹൃദയമായും ലോകത്തിലെ ഏറ്റവും മാരകമായ F-35 യുദ്ധവിമാനങ്ങളുടെ തലച്ചോറായും ഒറ്റ ക്ലിക്കിൽ ലോകത്തെ നശിപ്പിക്കാൻ കഴിയുന്ന ആണവായുധങ്ങളുടെ നിയന്ത്രണ സംവിധാനമായും ഒക്കെ തന്നെ ഇരിക്കുന്ന IC ചിപ്പുകളുടെ 90% ഒരൊറ്റ കമ്പനിയുടെ കയ്യിലാണ്. ഒരു മണൽത്തരിയിൽ നിന്ന് തുടങ്ങിയ ഇത്തരം ചിപ്പുകളുടെ നിർമ്മാണം സത്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതോ ഒരു കുഞ്ഞൻ ദ്വീപിലും. ആ ദ്വീപിൻ്റെ തൊട്ടപ്പുറത്ത് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടൊരു ലോകശക്തി ഇരിപ്പുണ്ട്. ഒരു മിസൈൽ അകലത്തിലിരിക്കുന്ന ഈ ഒരു കമ്പനി ഇല്ലാതായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ആകെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പങ്കും ഒറ്റയടിക്ക് അപ്രത്യക്ഷമാകും. അത്തരത്തിൽ അത്യധികം ഭീഷണിയിലുള്ള എന്നാൽ ലോകത്തിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. The future of the chip industry is our future, and TSMC is the bedrock. We could not do what we do without our partnership with TSMC. We work with TSMC to manufacture the chips that help power our products all over the world. ഇതൊരു സാധാരണ കമ്പനിയല്ല. ദാറ്റ് ഈസ് എ ഫിനോമിനൻ. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു കാരണവശാൽ അതൊരു യുദ്ധമാകാം, അല്ലെങ്കിൽ ഒരു ഭൂകമ്പമാകാം, എന്തുമാകട്ടെ, TSMCയുടെ പ്രവർത്തനം ഒരാഴ്ചത്തേക്കൊന്ന് നിർത്തിവെച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ലോക സാമ്പത്തിക രംഗത്ത് നിന്ന് ഒറ്റയടിക്ക് $10 ട്രില്യൺ എന്ന ഭീമമായ തുക ബാഷ്പമായി പോകും. അതായത് നമ്മൾ കണ്ട കോവിഡ് മഹാമാരിയും 2008 ലോകത്തെ പിടിച്ചു കുലുക്കിയ സാമ്പത്തിക മാന്ദ്യവും ഒരുമിച്ച് വന്നാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ആഘാതം. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പലരും തായ്വാനെ സിലിക്കൺ ഷീൽഡ് എന്ന് വിളിക്കുന്നത്. ലോകത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻ്റായ ഒന്നായി മാറിയത് കൊണ്ട് മാത്രം ആരും തായ്വാനെ ആക്രമിക്കില്ല എന്ന വിശ്വാസം. പക്ഷേ എങ്ങനെയാണ് ലോകത്തിലെ ഭീമന്മാരായ ഇന്റലിനെയും സാംസങ്ങിനെയും എല്ലാം മലർത്തിയടിച്ച് തായ്വാനിലെ ഈ കമ്പനി ലോകത്തിൻ്റെ നെറുകയിലെത്തിയത്? അതൊരു സിനിമാ കഥയെ വെല്ലുന്ന ഒന്നാണ്. തിരസ്കാരങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും വാശിയിൽ നിന്നും കെട്ടിപ്പൊക്കിയ ഒരു സാമ്രാജ്യത്തിൻ്റെ കഥ. നമ്മുടെ ഈ കഥയുടെ തുടക്കം ഒരു വിജയത്തിൽ നിന്നല്ല, വലിയൊരു അപമാനത്തിൽ നിന്നാണ്. കഥാനായകൻ്റെ പേര് മോറിസ് ചാങ്. ഇന്ന് സെമി കണ്ടക്ടർ ലോകം ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ കരിയറിലെ സുവർണ കാലഘട്ടമായ 25 വർഷത്തോളം ചെലവഴിച്ചത് അമേരിക്കയിലെ ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ഭീമൻ കമ്പനിയിലായിരുന്നു. അസാമാന്യ കഴിവുള്ള മിടുക്കനായ എഞ്ചിനീയർ. കമ്പനിക്ക് വേണ്ടി വലിയ വിജയങ്ങൾ അദ്ദേഹം നേടിക്കൊടുത്തു. അവരെ ലോകത്തിൻ്റെ മുൻനിരയിലെത്തിച്ചു. പക്ഷേ 54-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു സത്യം വേദനയോടുകൂടി തിരിച്ചറിയേണ്ടി വന്നു. താനൊരു ഏഷ്യൻ വംശജനായതുകൊണ്ട് മാത്രം ഈ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് താൻ ഒരിക്കലും എത്തില്ല. ആ അദൃശ്യമായ ഗ്ലാസ് സീലിംഗ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. പതിയെ പതിയെ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം അവർ മാറ്റി തുടങ്ങി. അതൊരു തരം ഒതുക്കലായിരുന്നു. എൻ്റെ കരിയർ അവിടെ അവസാനിച്ചു എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. ആ നിമിഷം TI വിടാൻ ഞാനെടുത്ത തീരുമാനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായത് എന്ന് അദ്ദേഹം പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനസ്സ് മടുത്തിരിക്കുമ്പോഴാണ് സ്വന്തം നാടായ തായ്വാനിലെ സർക്കാർ അദ്ദേഹത്തെ ഇങ്ങനെ സമീപിക്കുന്നത്. തായ്വാൻ്റെ ഇലക്ട്രോണിക്സ് വ്യവസായം അന്നൊന്നുമല്ല. അതിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ ഇദ്ദേഹം ഒന്ന് സഹായിക്കണം. ഇതൊരു പുതിയ അവസരമായി കണ്ട് ചാങ് TIയുടെ CEO വളരെ ലളിതമായൊരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു. തനിക്ക് ഇത്രയും കാലത്തെ പ്രവർത്തനത്തിന് കമ്പനി നൽകിയ സ്റ്റോക്ക് ഓപ്ഷനുകൾ, അതൊരു ഏകദേശം $2 മുതൽ $3 മില്യൺ വില മതിക്കുന്നുണ്ട്, അത് നഷ്ടപ്പെടാതെ തനിക്ക് തായ്വാനിലേക്ക് പോകാനൊരു ലീവ് അനുവദിക്കണം. CEOയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: പറ്റില്ല. അതൊരൊറ്റ നിമിഷം കൊണ്ട് മുഖത്ത് നോക്കി പറഞ്ഞു. ആ ഒരു വാക്കിൽ അമേരിക്കൻ കോർപ്പറേറ്റ് ലോകവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അവസാനത്തെ ഇമോഷണൽ ബോണ്ടും എന്നേക്കുമായിട്ട് അറ്റുപോവുകയുണ്ടായി. അങ്ങനെ 1985 അദ്ദേഹം തായ്വാനിൽ വിമാനമിറങ്ങി. അമേരിക്കയെ അപേക്ഷിച്ച് സാങ്കേതിക വിദ്യയിൽ പതിറ്റാണ്ടുകൾ ഒരുപാട് പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഡിസൈൻ ചെയ്യാൻ കഴിവുള്ള എഞ്ചിനീയർമാരില്ല, ലോകോത്തര ബ്രാൻഡുകളില്ല, ഒന്നുമില്ല. ആകെയുള്ളത് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള ഒരു ജനതയും പണം മുടക്കാൻ തയ്യാറായ ഒരു സർക്കാർ മാത്രം. ഈ ഇല്ലായ്മയിൽ നിന്നാണ് മോറിസ് ചാങ്ങിൻ്റെ തലയിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള ആശയമുണ്ടാകുന്നത്. അതാണ് പ്യുവർ പ്ലേ ഫൗണ്ടറി മോഡൽ. സംഭവം വളരെ സിമ്പിളാണ്, പക്ഷെ അതുവരെ ആരും ചിന്തിക്കാത്ത ഒന്നാണ്. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചിപ്പുകൾ നിർമ്മിച്ചു കൊടുക്കും. ഞങ്ങൾ സ്വന്തമായി ഒരു ചിപ്പ് പോലും ഡിസൈൻ ചെയ്യുകയോ ഞങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ഉപകരണമാക്കിയോ ചിപ്പാക്കി വിൽക്കുകയോ ചെയ്യില്ല. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ ബുദ്ധി ഒന്ന് ആലോചിച്ച്. ഒരു ചിപ്പ് കമ്പനിക്ക് ഏറ്റവും വലിയ തലവേദന അതിൻ്റെ നിർമ്മാണശാല അഥവാ ഫാബാണ്. ആയിരക്കണക്കിന് കോടികളാണ് അതിന് മുടക്കേണ്ടി വരുന്നത്. ചാങ്ങിൻ്റെ മോഡൽ വന്നതോടെ കഴിവുള്ള ഡിസൈനർമാർക്ക് ഫാക്ടറിയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട.
അവർ ഡിസൈനിങ് മാത്രം ചിന്തിച്ചാൽ മതി, നിർമ്മാണം TSMC നോക്കിക്കൊള്ളും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് പറഞ്ഞാൽ TSMC ഒരിക്കലും അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നില്ല. NVIDIAയും ക്വാൽകോമും പോലെയുള്ള കമ്പനികൾക്ക് ഒരു പേടിയുമില്ലാതെ അവരുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ TSMC ഏൽപ്പിക്കാം. കാരണം കോപ്പി അടിച്ച് അവരൊന്നും ചെയ്യില്ലല്ലോ. പക്ഷേ അന്ന് 1980കളുടെ അവസാനത്തിൽ ഈ ആശയം കേട്ടവരെല്ലാം ചിരിച്ചു തള്ളി. അന്നത്തെ രാജാക്കന്മാരായിട്ടുള്ള ഇൻ്റലിൻ്റെ അടുത്ത് ഈ ആശയം അവതരിപ്പിച്ചപ്പോൾ അവർ പുച്ഛിച്ച് തള്ളുകയും ഇതൊരു വേസ്റ്റ് ബിസിനസ്സാണെന്നും മറ്റുള്ളവരുടെ എച്ചിൽ പറക്കുന്ന പണിയാണ് എന്നുമൊക്കെ പറഞ്ഞു. AMDയുടെ CEO ആയിരുന്ന ജെറി സാൻഡേഴ്സ് ഒരു പടി കൂടി കടന്ന് ഒരു കോൺഫറൻസിൽ വെച്ച് പരസ്യമായി പറഞ്ഞു, റിയൽ മെൻ ഹാവ് ഫാബ്സ്. അതായത് സ്വന്തമായി ഫാക്ടറികളൊക്കെ ഉള്ളവരാണ് യഥാർത്ഥ ആണുങ്ങളല്ലേ. പക്ഷെ അതൊരു കളിയാക്കല. ആ വാചകം അക്കാലത്ത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ തരംഗമായി മാറിയിരുന്നു. പക്ഷെ കാലം കാത്തുവെച്ചൊരു കാവ്യനീതി ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതേ AMD സാമ്പത്തികമായി തകർന്നപ്പോൾ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് അവരുടെ സ്വന്തം ഫാക്ടറി വിൽക്കേണ്ടി വന്നു. എന്നിട്ട് TSMCയുടെ ഒരു പ്രധാന കസ്റ്റമറായി അവർ മാറുകയും ചെയ്തു. ഒരു കാലത്ത് നിക്ഷേപം പോലും വേണ്ടെന്ന് വെച്ച് അപമാനിച്ച ഇൻ്റലിന് തങ്ങളുടെ ഏറ്റവും പുതിയ പ്രോസസ്സറുകൾക്ക് വേണ്ടി TSMCയുടെ മുന്നിൽ കൈനീട്ടേണ്ടതായിട്ട് വന്നു. ആ കളിയാക്കലുകളും പുച്ഛവുമായിരുന്നു TSMC എന്ന അണ്ടർഡോഗിൻ്റെ വളർച്ചയുടെ ആദ്യത്തെ ഇന്ധനം. TSMC ഒരു കമ്പനി മാത്രമല്ല ഉണ്ടാക്കിയത്, ഒരു പുതിയ എക്കോസിസ്റ്റമാണ്. കാരണം കയ്യിൽ നല്ലൊരു ഐഡിയ മാത്രമുള്ള ആർക്കും ഒരു ചിപ്പ് ഡിസൈൻ കമ്പനി തുടങ്ങാം എന്നായി. ഫാക്ടറി കെട്ടിപ്പൊക്കാൻ കോടികൾ മുടക്കേണ്ട കാര്യമില്ല. ഈ ഒരു മാറ്റമാണ് NVIDIA പോലെയുള്ള എത്രയോ കമ്പനികളുടെ ഉദയത്തിന് കാരണമായത്. മോറിസ് ചാങ് ഇതിനെ ഗ്രാൻഡ് അലയൻസ് എന്നാണ് വിളിച്ചത്. അതായത് ഇൻ്റൽ, സാംസങ് പോലെയുള്ള ഭീകരന്മാരായിട്ടുള്ള കമ്പനികളെ നേരിടാൻ TSMCയും അവരുടെ നൂറുകണക്കിന് കസ്റ്റമേഴ്സും മറ്റു പങ്കാളികളും ചേർന്നൊരു വലിയ സഖ്യം. ബിസിനസ് മോഡൽ കൊള്ളാം, പക്ഷേ ടെക്നോളജിയുടെ കാര്യത്തിൽ മുന്നിലെത്തണം. അവിടെയാണ് TSMC ഒരു വലിയ കളി കളിക്കുന്നത്, അവിടെ ജയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2009നും 2012നും ഇടയിൽ നടന്ന 28 നാനോമീറ്റർ ചിപ്പുകളുടെ യുദ്ധം. അന്ന് ചിപ്പുകൾ ചെറുതാകും തോറും പവർ ലീക്കേജ് എന്ന വലിയൊരു പ്രശ്നം തലപൊക്കി തുടങ്ങി. ഇതിന് പരിഹാരമായിട്ടൊരു പുതിയ സാങ്കേതികവിദ്യ വേണം. ഇൻഡസ്ട്രിക്ക് മുന്നിൽ 2 വഴികളാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ IC ചിപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന ആ കറുത്ത ചെറിയ സ്ലാബില്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ എന്ന് പറയുന്ന കുഞ്ഞൻ യൂണിറ്റുകൾ അടുക്കി വെച്ചിരിക്കും. അപ്പോൾ എത്രമാത്രം ചെറിയ ട്രാൻസിസ്റ്ററുകൾ ഒരു ചിപ്പിനകത്ത് കയറുമോ അത്രയും കൂടുതൽ കമ്പ്യൂട്ടേഷണൽ പവർ വരുന്ന രീതിയിൽ ട്രാൻസിസ്റ്ററുകളെ, പ്രോസസ്സിംഗ് പവർ വരുന്ന രീതിയിൽ ട്രാൻസിസ്റ്ററുകളെ എംബഡ് ചെയ്യാൻ പറ്റും. വളരെ ചെറിയ ട്രാൻസിസ്റ്ററുകളെ ചിപ്പിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന കമ്പനിക്ക് എഫിഷ്യൻ്റായ പവർഫുൾ ആയിട്ടുള്ള ചിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അതിന് 2 വഴികളാണുള്ളത്. ഒന്ന് ഗേറ്റ് ഫസ്റ്റ്, അതുപോലെ തന്നെ 2 ഗേറ്റ് ലാസ്റ്റ്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. IBM, സാംസങ് പോലെയുള്ള ഭീമന്മാരെല്ലാം കുറച്ചുകൂടി എളുപ്പമെന്ന് കരുതിയത് ഗേറ്റ് ഫസ്റ്റ് എന്ന വഴിയാണ്. പക്ഷേ TSMC ഇൻ്റലിനോടൊപ്പം തന്നെ കൂടുതൽ സങ്കീർണവും എന്നാൽ മികച്ച ഫലം തരും എന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള ഗേറ്റ് ലാസ്റ്റ് എന്നൊരു വഴി തിരഞ്ഞെടുത്തു. അതായത് ആദ്യമേ ചിപ്പിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ട്രാൻസിസ്റ്ററുകൾ എംബഡ് ചെയ്യുന്നതാണ് ഗേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഗേറ്റ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അവരൊരു ഡമ്മി ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വെച്ച് ഈ പ്രൊഡക്ഷൻ ടൈമിലുള്ള ഹീറ്റ് ഡെസിപ്പേഷനൊക്കെ തന്നെ അത് വെച്ച് ഇല്ലാതാക്കിയിട്ട് ലാസ്റ്റ് ട്രാൻസിസ്റ്റർ കുത്തിയെടുക്കും. അപ്പോൾ ഈ ലാസ്റ്റ് ട്രാൻസിസ്റ്റർ കുത്തിയെടുക്കുന്ന ഗേറ്റ് ലാസ്റ്റ് എന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ രീതിയാണ് പ്രധാനമായിട്ടും TSMC തിരഞ്ഞെടുത്തത്. അത് വലിയൊരു റിസ്ക് ആയിരുന്നു, ഒരു കൂട്ടക്കൊല പോലെ. കാരണം സാംസങ്ങിൻ്റെയും മറ്റുള്ളവരുടെയും ചിപ്പുകളുടെ മുന്നിലാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. തങ്ങളുടെ സെലക്ഷൻ തെറ്റിപ്പോയാൽ ബാക്കിയുള്ളവർക്ക് മുന്നിൽ എഫിഷ്യൻസി കുറഞ്ഞ ചിപ്പ് ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ ഈ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ആക്ച്വലി സംഭവിച്ചത് സാംസങ്ങിൻ്റെയും മറ്റുള്ളവരുടെയും ചിപ്പുകൾക്ക് നിലവാര കുറവുണ്ടാവുകയാണ്. തുടർച്ചയായിട്ട് അവ പരാജയപ്പെടാൻ തുടങ്ങി. അതേസമയം TSMC ഉണ്ടാക്കിയ ചിപ്പുകൾക്ക് മികച്ച പെർഫോമൻസും കാര്യക്ഷമതയും ഉണ്ടായി. അതോടെ NVIDIAയും ക്വാൽകോമും അടക്കമുള്ള ലോകത്തിലെ വളർന്നു വരുന്ന പ്രമുഖ കമ്പനികളെല്ലാം സാംസങ്ങിനെയും മറ്റും പ്രൊഡക്ഷനിൽ ഉപേക്ഷിച്ച് TSMCയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതൊരു കുത്തൊഴുക്കായിരുന്നു. TSMCയുടെ തലവര അത് മാറ്റുകയുണ്ടായി. അന്ന് മോറിസ് ചാങ് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രശസ്തമായൊരു വാചകം കടമെടുത്ത് പറഞ്ഞു, ഇത് അവസാനമല്ല, അവസാനത്തിൻ്റെ തുടക്കം പോലും അല്ല, ഒരുപക്ഷേ ഇതൊരു തുടക്കത്തിൻ്റെ അവസാനമാണ്. അതായത് ഇതുവരെ ഞങ്ങൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യുകയായിരുന്നു, ഇനി ഞങ്ങൾ കളി നയിക്കും. അടുത്ത നിർണായകമായ നീക്കം ആപ്പിളിനെ സാംസങ്ങിൽ നിന്ന് പൂർണ്ണമായി തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, ആ കഥ പറഞ്ഞുതരാം. iPhone 7 മുൻപ് വരെ ആപ്പിൾ സാംസങ്ങിനും TSMCക്കും ഓർഡറുകൾ സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തിരുന്നത്. പക്ഷേ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു സാംസങ്. സോ സ്വന്തം ശത്രുവിനെ കൊണ്ട് തങ്ങളുടെ ഫോണിൻ്റെ ഹൃദയമായ പ്രോസസ്സർ ഉണ്ടാക്കുന്നത് അപകടം പിടിച്ച പണിയാണെന്ന് ആപ്പിളിന് നന്നായിട്ട് അറിയാം. അവർക്ക് TSMCയിലേക്ക് പൂർണ്ണമായും മാറേണ്ടതുണ്ട്. പക്ഷേ അതിന് ശക്തമായിട്ടുള്ളൊരു ടെക്നിക്കൽ റീസൺ ആവശ്യമുണ്ട്.
വെറുതെ നിങ്ങൾ ശരിയല്ല, ഞങ്ങൾക്ക് ഇത് മതി എന്ന് ഡിപ്ലോമാറ്റിക്കലി പറയണമെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ റീസൺ പോരാ, അതിനൊരു ടെക്നിക്കൽ റീസൺ വേണം. അവിടെയാണ് TSMC തങ്ങളുടെ ഇൻഫോ അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാൻ ഔട്ട് എന്ന വിപ്ലവകരമായിട്ടുള്ള പാക്കേജിംഗ് ടെക്നോളജിയുമായിട്ട് വരുന്നത്. അത് ചിപ്പുകളെ കൂടുതൽ കനം കുറഞ്ഞതും വേഗതയേറിയതും കാര്യക്ഷമവുമാക്കി മാറ്റി. ആപ്പിളിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. iPhone 7 മുഴുവൻ ഓർഡറും ആ ഒറ്റ റീസൺ കൊണ്ട് അവർ TSMCക്ക് നൽകി. അത് TSMCയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെഡ് ദ കമ്പനി നീക്കമാണ്. അതായത് ഏകദേശം $9 ബില്യൺ അവർ ആപ്പിളിന് വേണ്ടി മാത്രം അന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ ഗാംബ്ലിംഗ് ഒരു വൻ വിജയമായി മാറി. ഇനി കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. EUV അഥവാ എക്സ്ട്രീം അൾട്രാവയലറ്റ് ലിത്തോഗ്രഫി എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ വരവാണ് ഉണ്ടാകുന്നത്. നമ്മൾ പണ്ട് ASMLനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഈ ഒരു ടെക്നോളജിയും അതിൻ്റെ വർക്കിങ്ങിനെയും പറ്റി അതിഗംഭീരമായിട്ട് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് തംബ്നെയിൽ. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ കാണും, ഐ ബട്ടണിൽ കാണും, തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ചിപ്പുകളിൽ അതിസൂക്ഷ്മമായ സർക്യൂട്ടുകൾ വരച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം പ്രകാശമാണ് EUV ലിത്തോഗ്രഫി എന്ന് പറയുന്നത്. ഒന്നോർക്കണം, നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു തലമുടി നാരിഴയുടെ 1000 വലിപ്പമുള്ള വരകളെക്കുറിച്ചാണ്. അതുവരെ ഉപയോഗിച്ചിരുന്ന ലൈറ്റിന് ഒരു പരിധി ഉണ്ടായിരുന്നു ഈ കൊത്തി ഉണ്ടാക്കാൻ സിലിക്കണിൽ. സൂക്ഷ്മമായ വരകൾ വരയ്ക്കാൻ അതിലും സൂക്ഷ്മമായ പേനകളാണല്ലോ ആവശ്യം, അത്ര ചെറുതായിരിക്കണം. അതാണ് EUV. പക്ഷേ ഈ ടെക്നോളജി വികസിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണെന്നാണ് പലരും കരുതിയിരുന്നത്. അതിഭീകരമായ ചിലവ്, സങ്കല്പിക്കാനാകാത്തത്ര കോംപ്ലക്സിറ്റി. വായുവിൽ പോലും അലിഞ്ഞു പോകുന്ന പ്രകാശത്തെ ഒരു വാക്വത്തിനുള്ളിൽ ജർമ്മനി എന്ന രാജ്യത്തിൻ്റെ വലിപ്പത്തിൽ പരത്തിയാൽ പോലും 1 മില്ലിമീറ്ററിൽ താഴെ മാത്രം ഉയർച്ച താഴ്ചകളുള്ള കണ്ണാടികളിൽ തട്ടിച്ച് വേണം ചിപ്പിൽ പതിപ്പിക്കാൻ. അതായത് അത്ര പോലും ആ റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന കണ്ണാടികളിൽ അബറേഷൻ വരാൻ പാടില്ല. ആ രീതിയിൽ ഉള്ള കണ്ണാടികളും അതിൻ്റെ റിഫ്ലക്ഷനും വാക്വം ഏരിയയും ക്രിയേറ്റ് ചെയ്യണം. ഇൻ്റലായിരുന്നു അന്നത്തെ രാജാവ്. അതുകൊണ്ട് അവർ പഴയ ടെക്നോളജി വെച്ച് ഇനിയും മുന്നോട്ട് പോകാമെന്ന് അഹങ്കരിച്ച് നിന്നു. പക്ഷേ TSMC ഇതിനൊരു വലിയ അവസരമായി കണ്ടു. അങ്ങനെ അവർ ഈ പറയുന്ന EUV ടെക്നോളജി വികസിപ്പിച്ച നമ്മൾ പറഞ്ഞ ASML എന്ന് പറയുന്ന ഡച്ച് കമ്പനിയുമായിട്ട് ചേർന്ന് അതിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കാൻ തുടങ്ങി. റിസൾട്ട് എന്താ? ഇൻ്റലിൻ്റെ പുതിയ ചിപ്പുകൾ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോൾ TSMC എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വളരെ വിജയകരമായിട്ട് EUV ഉപയോഗിച്ച് 7 നാനോമീറ്റർ 5 നാനോമീറ്റർ സൈസിലുള്ള ചിപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതോടെ ലോകം ഞെട്ടി. പതിറ്റാണ്ടുകളായി ടെക്നോളജിയിൽ 1-ാം സ്ഥാനമുണ്ടായിരുന്ന ഇൻ്റലിൻ്റെ കിരീടം അവിടെ തെറിച്ചു. ഈ ASML എന്ന് പറയുന്നത് ആ ലിത്തോഗ്രഫിക് ടെക്നോളജി ഉപയോഗിച്ച് ചിപ്പ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഉപകരണം വികസിപ്പിച്ചെടുത്തൊരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ആ ഡിസൈനിങ്ങും ഉപകരണവും ഉണ്ട്. അത് വെച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തിട്ട് TSML ചിപ്പുകൾ ഏത് കമ്പനിക്ക് വേണോ അവർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. സോ ഈ പ്രൊഡക്ഷൻ TSMCക്ക് കിട്ടിയപ്പോൾ അവർ ഒറ്റയ്ക്ക് ലോകത്തിൻ്റെ നെറുകയിലെത്തി. ഇന്ന് TSMC പ്രവർത്തിക്കുന്ന സ്കെയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഒരു തലമുടി നാരിൻ്റെ 30,000-ൽ 1 വലിപ്പമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുക. ഒരു കൊറോണ വൈറസിനകത്ത് 30ഓളം ട്രാൻസിസ്റ്ററുകൾ വയ്ക്കാൻ പറ്റുന്നത്ര സൂക്ഷ്മമായ രീതിയിൽ എംബഡ് ചെയ്യാൻ അവർക്ക് പറ്റും. ഒരു DNA-യുടെ ഇഴയുടെ അത്രയും മാത്രം വീതിയുള്ള വരകളാണ് അവർ സിലിക്കണിൽ കൊത്തിയുണ്ടാക്കുന്നത് പ്രകാശം വെച്ച്. അതുകൊണ്ടാണ് TSMCയുടെ ഫാക്ടറികൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കോംപ്ലക്സും വാല്യുബിളുമായിട്ടുള്ള കൺസ്ട്രക്ഷനായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ കഥ ഇവിടെ ശുഭമായി അവസാനിക്കുന്നില്ല. ഇവിടെയാണ് കഥ ഒരു ഡാർക്ക് ത്രില്ലറായി മാറുന്നത്. ഈ അസാധാരണമായ വളർച്ചയും ആധിപത്യവും ഒരു വലിയ അപകടം കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഊഹിക്കാമോ? ലോകത്തിലെ 92% അഡ്വാൻസ്ഡ് ചിപ്പുകളും ഉണ്ടാക്കുന്നത് ചൈന ഏത് നിമിഷവും ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു ദ്വീപിലാണ്. ഇവിടെയാണ് സിലിക്കൺ ഷീൽഡ് എന്ന് പറയുന്ന ആശയം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ ഒരു ഭീകരമായിട്ടുള്ള മറുവാദമായിട്ടാണ് അതിനെ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ബ്രോക്കൺ നെസ്റ്റ് അഥവാ തകർന്ന കൂടെന്ന് പറയുന്ന സിദ്ധാന്തം. സംഭവം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായത് ചൈന തായ്വാനെ ആക്രമിക്കാൻ വന്നാൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി തായ്വാൻ സ്വയം TSMCയുടെ ഫാക്ടറികൾ നശിപ്പിച്ച് കളയണം. കിളിയില്ലാത്ത കൂട്ടിൽ മുട്ടകളൊന്നും ബാക്കിയുണ്ടാവില്ല എന്നതുപോലെ ഫാക്ടറികൾ നശിച്ചാൽ പിന്നെ ചൈനയ്ക്ക് തായ്വാനെ ആക്രമിക്കാൻ ഒരു പ്രധാന കാരണമില്ലാതാവും. ഈ ആശയം തായ്വാനിൽ വളരെ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ഞങ്ങളുടെ സൈന്യം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനം നശിപ്പിക്കില്ല എന്ന് അവരുടെ പ്രതിരോധ മന്ത്രിക്ക് പരസ്യമായി പറയേണ്ടി വന്നു. അമേരിക്കയുടെ ടെൻഷൻ വേറെ ലെവലാണ്. അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള F-35 യുദ്ധവിമാനങ്ങൾ പോലും പ്രവർത്തിക്കുന്നത് TSMC ഉണ്ടാക്കുന്ന ചിപ്പുകളിലാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. അമേരിക്കൻ സൈന്യത്തിൻ്റെ നട്ടെല്ലിൻ്റെ പ്രവർത്തനം ആശ്രയിച്ചിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുരാജ്യമായ ചൈനയ്ക്ക് മിസൈൽ അയക്കാൻ പറ്റുന്ന ദൂരത്തിലുള്ള ഒരു ദ്വീപിലാണ്. ഈ ഒരു ഭയം കൊണ്ടാണ് അമേരിക്ക ഏതു വിധേനയും സമ്മർദ്ദം ചെലുത്തി TSMCയെ കൊണ്ട് അരിസോണയിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ നിർബന്ധിച്ചത്. പക്ഷേ അവിടെയാണ് അടുത്ത ആരും പ്രതീക്ഷിക്കാത്ത പ്രശ്നം: കൾച്ചറൽ ക്ലാഷ്.
TSMCയുടെ $65 ബില്യൺ അരിസോണ പ്രോജക്റ്റ് ഇന്ന് വളരെ വലിയൊരു തലവേദനയാണ്. തായ്വാനിലെ എഞ്ചിനീയർമാർക്ക് 12 മണിക്കൂർ ഷിഫ്റ്റും 24 മണിക്കൂർ ഓൺ കോളും സാധാരണമാണ്. അതായത് പാതിരാത്രി 12 മണിക്ക് മെഷീൻ ഒരു പ്രശ്നം വന്നാൽ അവർ യാതൊരു മടിയുമില്ലാതെ ആ ഫാക്ടറിയിലെത്തും. സോ അവർക്കതൊരു ജോലിയല്ല, രാജ്യത്തോടും കമ്പനിയോടുമുള്ള ഒരുതരം കൂറും സമർപ്പണവുമാണ്. പക്ഷേ അമേരിക്കൻ എഞ്ചിനീയർമാരോട് ഈ കളി നടക്കില്ല. ഇത് അടിമപ്പണിയാണോ എന്നായിരുന്നു അവരുടെ ചോദ്യം. വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ എപ്പോഴും ഓർഡറുകൾ മാത്രം നൽകുന്ന ഈ രീതി അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. തായ്വാനീസ് മാനേജർമാർക്ക് അമേരിക്കക്കാരുടെ ചോദ്യം ചെയ്യലുകളും മനസ്സിലായില്ല. ഈ കൾച്ചറൽ ഡിഫറൻസ് കാരണം അരിസോണ ഫാക്ടറിയുടെ പണി വർഷങ്ങളായി വൈകുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം പഠിച്ചു. നിങ്ങൾക്ക് മെഷീനുകൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു നാടിൻ്റെ സംസ്കാരവും അർപ്പണബോധവും തൊഴിൽ ശൈലിയും അങ്ങനെ എളുപ്പത്തിൽ പറിച്ചു നടാൻ പറ്റില്ല. അപ്പോൾ മോറിസ് ചാങ് എന്ന് പറഞ്ഞ പോലെ ഇത് അവസാനമല്ല, ഒരുപക്ഷെ ഇത് തുടക്കത്തിൻ്റെ അവസാനമായിരിക്കാം. TSMC മുതലാളിത്തത്തിൻ്റെ കളിയിൽ ലോകത്തെ മുഴുവൻ തോൽപ്പിച്ചു. പക്ഷേ ഇപ്പോൾ അവർ അതിനേക്കാൾ വലിയൊരു കളിയുടെ നടുവിലാണ്. സാമ്രാജ്യങ്ങളുടെ കളിക്കളത്തിലെ ഒരു സമ്മാനമായി അവർ മാറിയിരിക്കുന്നു. ഇനിയുള്ള യുദ്ധം നടക്കുന്നത് ചിപ്പ് ഉണ്ടാക്കുന്ന ക്ലീൻ റൂമുകളിലല്ല, വാഷിങ്ടണിലെയും ബീജിങ്ങിലെയും ഭരണസിരാ കേന്ദ്രങ്ങളിലായിരിക്കും. ആ യുദ്ധം ഒരുപക്ഷെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ വെടിയുച്ചകൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ കേട്ടു തുടങ്ങിയിട്ടേ ഉണ്ടാകൂ. വരുന്ന അളവിൽ പലതരത്തിലുള്ള അപ്ഡേറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. കാർഗോ ഷിപ്പുകളിലായിട്ട് ആർമിയെ തായ്വാനിൽ എത്തിക്കാൻ വേണ്ടി ചൈന ശ്രമിക്കുന്നതും അതിൻ്റെ അരികിലൂടെ വിമാനം പറക്കുന്നതും ഒക്കെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രകോപനങ്ങളാണ്. ഒരുപക്ഷെ തായ്വാനൊന്നും സംഭവിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത നടക്കുകയും ലോകം ഒന്ന് സ്തംഭിക്കാനുമുള്ള സാധ്യതയും മുന്നിലുണ്ട്. എത്ര നാളെന്ന് കാത്തിരുന്ന് കാണാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ